വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശിവനാണെങ്കിൽ ആ ചൂട് പിടിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും അതും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നീലൻ്റെ ഭാര്യ ചിരിതയാണെങ്കിൽ ചക്കര കാപ്പിയായിട്ട് വരുന്നുണ്ട്. അന്നേരം സാർ ഇതുവരെ ചൂട് പിടിച്ച് തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി കാപ്പി കുടിച്ചിട്ടാവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. കിഴി നീലനങ്ങ് വാങ്ങുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അന്നേരം അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് നമുക്ക് പോണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പോകണമെന്നിങ്ങനെ ശിവൻ പറയുമ്പോഴും എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുകയാണ്. അന്നേരം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിൻ്റെ ചിതാഭസ്മം പാപനാശിനി പുഴയിൽ ഒഴുക്കാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് മഞ്ഞുമല എസ്റ്റേറ്റ് അവിടെ അവിടെ ഒരു റൂം പറഞ്ഞിട്ടുണ്ട്. ഭൂതത്താങ്കാടിനടുത്തുള്ള അവിടെ ഒഴുക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ നിങ്ങളിപ്പോൾ പോയ ആ എസ്റ്റേറ്റിലൊന്നും എത്താനായിട്ട് പോകുന്നില്ല. പിന്നെ ഈ പാപനാശിനി പുഴ ഒഴുകുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ആ ഒരു അരുവി കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കാണികളുടെ ഒരു മൂപ്പനും ഉണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പറഞ്ഞ് ഒഴുക്കാനുള്ള സംവിധാനം ചെയ്യാം, നാളെ പുലർച്ചെ ഒഴുക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയോട് പിന്നീട് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ പോയാൽ അങ്ങോട്ടത്തേക്ക് എത്തില്ല എന്നുള്ളതൊക്കെ. അന്നേരം ശാലിനി എന്ത് പറയുന്നു എന്ന് ശിവൻ ചോദിക്കുമ്പോൾ എന്ത് പറയാനായിട്ട് അതിനുള്ള സംവിധാനം ചെയ്തു തരാമെന്നിങ്ങനെ നീലം പറയുമ്പോൾ എങ്കിൽ ഇത് നമുക്കതിൽ ഒഴുക്കിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ മൂപ്പനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറയുകയാണ്. അന്നേരം വീണ്ടും പറയുന്നുണ്ട് അങ്ങോട്ട് ചൂട് പിടിച്ച് കൊടുക്കും സാറേ എന്നും പറഞ്ഞാൽ അതെല്ലാം കൂടി വീണ്ടും ശിവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശിവനിങ്ങനെ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ ശിവനെ നോക്കുകയാണ്. അതത്രേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ രേഷ്മ എത്തുന്നുണ്ട്. അന്നേരം ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും ശാരദാമ്മ ഇങ്ങനെ രേഷ്മ ചോദിക്കുകയാണ്. അവർ അകത്ത റൂമിൽ നിന്നാണ് സംസാരിക്കുന്നതൊക്കെ. അന്നേരം പിന്നെ വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവനിലിരിക്കുന്നത്. അപ്പോൾ മരിച്ച ആൾക്കല്ലേ തുടിക്കുന്ന ഹൃദയമായിട്ട് ശിവൻ നിൽക്കുകയല്ലേ. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളിന് എന്തിനാണ് മോക്ഷപ്രാപ്തിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ജീവിച്ചിരിക്കുന്ന ഒരാളിന് ഇരിക്കപ്പിണ്ടം വയ്ക്കുന്നത് പോലെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയോട് വിളിച്ച് സംസാരിച്ചാലോ എന്നൊക്കെ രേഷ്മ ചോദിക്കുമ്പോൾ അവിടത്തേക്ക് ഫോൺ റേഞ്ചൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇനി പിന്നെ എന്താ അവർ കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വരട്ടെ, അപ്പോൾ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവില്ലേ, ജ്യോത്സ്യം പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ തിക്ത അനുഭവങ്ങൾ ബാക്കിയുള്ളവർ കൂടി അനുഭവിക്കും എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ ശാരദയും മക്കൾക്കും ദുരിതങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഇനിയും വന്ന് ചേരട്ടെ, എല്ലാം അനുഭവിക്കാനായിട്ട് എന്തായാലും മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ മകൾ ശാലിനിക്കെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാകുമെന്നാണ് കരുതി, അതും പറ്റിയില്ല. ഈ ജന്മത്തിലെല്ലാം അങ്ങോട്ട് അനുഭവിച്ച് അടുത്ത ജന്മത്തിലെങ്കിലും പിന്നെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും ഇല്ലാത്തൊരു ജീവിതം മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അവർ പോയിട്ട് എന്തായാലും തിരിച്ചു വരട്ടെ, നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാമെന്ന് രേഷ്മ പറയുകയാണ്. അന്നേരം എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം തന്നെ ഇരിക്കപ്പുറത്ത് ഇല്ലായിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു വലിയ കടമ്പ തന്നെയാണ്. ഈശ്വരനെ വിളിച്ച് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് വിഷമത്തിൽ അവരിയ്ക്കുകയാണ്. അവർക്ക് തടയാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് നടക്കുക തന്നെ ചെയ്യുമെന്നവർ വിചാരിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ നീലനും ചിരിതയും കൂടി ഇവർക്ക് ശിവനും ശാലിനിക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ വീടിൻ്റെ വെളിയിൽ തന്നെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ. അന്നേരം കുളമ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ചിരിത ചോദിക്കുകയാണ്. അന്നേരം കുളമ്പോ എന്നിങ്ങനെ ശിവനും ചോദിക്കുന്നുണ്ട്. അന്നേരം കറി എങ്ങനെയുണ്ടെന്നാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ரொம்ப നന്നായിരിക്കും എന്നൊക്കെ ശിവൻ തിരിച്ചു മറുപടിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചിരിതയാണെങ്കിൽ നീലിനോട് പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ചാണെന്ന് തോന്നുന്നു, അടുത്ത് ഇടപഴകാനായിട്ട് വലിയൊരു പ്രയാസമുള്ളത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചിരിത പറയുന്നുണ്ട് അല്ല ശ്രീരാമചന്ദ്രനും സീതാദേവിയും പോലെ എന്നൊക്കെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ തുടർന്ന് അവരിങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയും പോലെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചിരിത പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ശിവൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണെങ്കിൽ നീ അവർക്ക് പാവിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചിരിത അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ചിരിത വീണ്ടും അത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിളിക്കുമ്പോൾ നീലിനും കൂടെ കയറി പോവുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം തിരുത്താതിരുന്നതാണ്, നമുക്ക് നാളെ കർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് തിരികെ പോകാം, അല്ലെങ്കിൽ കാടിൻ്റെ നിയമം തെറ്റിക്കാൻ വന്നതാണെന്ന് കരുതി ഈ സഹായം ലഭിച്ചെങ്കിലെങ്കിലും എന്ന് പറയുകയാണ്. കേട്ടില്ല എന്നടിച്ചാൽ പോരെ, നമുക്ക് നമ്മളെ അറിയാമല്ലോ എന്നൊക്കെ ശിവൻ പറയുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് അകത്ത് പായ വിരിച്ചിട്ടുണ്ട്, പോയി കിടന്നു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് ശിവൻ പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല പിന്നെ ഞാനും നീലം ചേട്ടനും കൂടി പുറത്ത് കിടന്നോളാം, പെണ്ണുങ്ങളകത്ത് കിടന്നോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അവിടെ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്, മഴ പെയ്യുന്നില്ല. അന്നേരം നീലം പറയുകയാണ് സാറേ മഞ്ഞുണ്ട്, പുറത്ത് ശരിയാവില്ല, ചിലപ്പോൾ മഴ പെയ്യും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് സാരമില്ല, കുറേ മഞ്ഞും വെയിലുമൊക്കെ ഞാൻ കൊണ്ടിട്ടുള്ളത് തന്നെയാണ്, പെണ്ണുങ്ങളകത്ത് കിടന്നോട്ടെ, പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ വരാന്തയിൽ കയറി കിടക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട്. അന്നേരം ഇതെന്താ ഇങ്ങനെ, നീ അങ്ങോട്ട് ചോദിക്കുക എന്നിങ്ങനെ നീലൻ ചിരിതയോട് പറയുകയാണ്. എന്നിട്ട് നീലൻ അകത്ത് കയറി പോകുന്നുണ്ട്. അന്നേരം ചിരിത ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും അകത്ത് കിടന്നാൽ പോരെ, അമ്മാവക്കും സാറിനും എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശിവൻ പുറത്ത് കിടന്നോളും ചേച്ചി എന്നിങ്ങനെ പെട്ടെന്ന് ശാലിനി പറഞ്ഞൊഴിയുകയാണ്. അന്നേരം അവർ പിന്നെ അത് സമ്മതിക്കുകയാണ്.
തുടർന്ന് ചിരിതയും ശാലിനിയും കൂടി അകത്താണ്. ശാലിനി ഇങ്ങനെ കട്ടിലിലും ചിരിത നിലത്തും ഇരിക്കുകയാണ്. മണ്ണെണ്ണകളൊക്കെ കത്തിച്ച് വെച്ചിരുന്നുണ്ട്. അന്നേരം നിങ്ങൾ എങ്ങനെ ആദ്യം കണ്ടുമുട്ടിയത്, ആരാണ് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചിരിത ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി വിഷ്ണുവിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്. എന്നിട്ട് ആ ഒരു വിഷ്ണുവിനെ കൂടെയുള്ള സന്ദർഭങ്ങളൊക്കെ ബൈക്കിൽ പോണതും ബുള്ളറ്റിൽ പോണതും സ്കൂട്ടിയിൽ പോണതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്നേരം പുറത്ത് നീലനും പിന്നെ ഇവിടെ ശിവനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ രണ്ട് വീട്ടുകാരും കട്ട ഉടക്കായിരുന്നു. പിന്നെ പഴയ പാർട്ട്നേഴ്സായിരുന്നു. പിന്നെ ശത്രുക്കളായപ്പോൾ പിന്നെ കട്ടയ്ക്ക് നിന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നും പറഞ്ഞിട്ട് ശിവനെ ഡെയ്സിയുമായിട്ടുള്ള കാര്യങ്ങൾ ശിവൻ അങ്ങോട്ട് ആലോചിക്കുകയാണ്. ഒളിച്ചോടിയതും ആ വഴിയിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായതും ഒക്കെ ശിവൻ ഡെയ്സിയുടെ കാര്യവും പറയുന്നു. അവിടെ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്നേരം ശിവൻ സാറ് നല്ലൊരു റൗഡി ആയിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം തൻ്റെടി ആയിരുന്നു, ആരെയും കൂസാക്കാത്ത സ്വഭാവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ കുറിച്ച് മാർക്കറ്റിൽ ചടി ഉണ്ടാക്കുന്നൊക്കെ ആലോചിച്ച് ശാലിനിക്ക് അങ്ങ് സങ്കടം പൊട്ടി കരയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചിരിത ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. പുറത്ത് അതേപോലെ നീലൻ ചോദിക്കുമ്പോൾ പിന്നെ ശിവനാണെങ്കിൽ ഡെയ്സിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം അവിടെ വീട്ടിൽ രാഘവൻ നായർക്ക് പൊന്നി ഗുളിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇനി ഗുളി കഴിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഭാമ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇതേ പാരമ്പര്യമായിട്ട് ശാപമായിട്ട് നമ്മളെ പിന്തുടരുന്നതാണെന്ന് പറയുമ്പോൾ നമ്മളോ അതാരാന്നിങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. നീ കേട്ടില്ലേ ഉപേന്ദ്രൻ പറഞ്ഞത്, അവനും അസുഖമാണ്, എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടേ പോവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് അവൻ ചെയ്തിട്ടുള്ള ശിക്ഷ അങ്ങനെയായിട്ടാണ് ഞാൻ കരുതുന്നത്, അല്ലാതെ പാരമ്പര്യമൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അവൻ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓടിച്ചല്ലോ, ഞാൻ അവനെ പിന്നെ ദയോടെ ഒന്ന് പെരുമാറിയില്ലല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായർ സങ്കടപ്പെടുകയാണ്. അന്നേരം ഭാമ തിരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ആകെ സങ്കടപ്പെട്ട് പറയുകയാണ്. എന്നിട്ട് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എനിക്കും അപ്പോൾ എൻ്റെ മോൻ വിഷ്ണുവിന് അവന് ഇനി ഇത് കിട്ടുമോ, അസുഖം വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ ടെൻഷൻ അടിക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, രാഘവേട്ട വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൈമൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അവസാനം എനിക്ക് കൊള്ളി വെക്കാനായിട്ട് അവൻ ഉണ്ടായില്ലേ ഭാമേ, എന്തായാലും അവന് പരിഹാരം എന്നോണം ആ ഒരു വിവാഹ വാർഷികത്തിന് ആ ഒരു ചടങ്ങ് എനിക്ക് ചെയ്യിക്കണം, എൻ്റെ മോനെ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് രാഘവൻ നായർ അങ്ങ് അകത്തേക്ക് പോയിരിക്കുകയാണ്. ഭാമ ആകെ ടെൻഷനിലാണ്. ഈശ്വര, വിഷ്ണു അല്ല ശിവനാണുള്ളത് എന്ന് എങ്ങനെ ഞാൻ ഈ രാഘവേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കും, പറയുകയാണെങ്കിൽ രാഘവേട്ടനെ പൂർണ്ണമായിട്ട് നഷ്ടമാകും. കൃഷ്ണ, എനിക്കൊരു വഴി കാണിച്ചു തരണേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട്. ഇത് നടന്നാൽ ശാലിനിക്ക് മറ്റൊരാളിൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ശാലിനി അന്ന് പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. അച്ഛൻ്റെ പിടിവാശിക്ക് വേണ്ടി എൻ്റെ ജീവിതം കളയാനായിട്ട് ഞാനില്ല എന്ന് ശാലിനി പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വഴി ഈശ്വര എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ഭാമയും പ്രാർത്ഥിച്ചവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ സീൻ മാറി മാറി കാണിക്കുകയാണ്. രാഘവൻ നായർ അവിടെ വിഷമിച്ചിരിക്കുന്നതും ഭാമ വിഷമിച്ചിരിക്കുന്നതും. അവിടെ കാട്ടിലാണെങ്കിൽ ശാലിനി ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. പക്ഷെ ശാലിനി ഉറങ്ങുന്നില്ല. ചിരിത ഉറങ്ങിക്കഴിഞ്ഞു. ശാലിനി ഇങ്ങനെ കരയുകയാണ്. ശിവൻ അതേപോലെ അവിടെ വെളിയിലിരിക്കുന്ന ആ ഒരു സീനും ഒക്കെ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് നീലനും ചിരിതയും ആ ഒരു കാണികളുടെ ആ ഒരു മൂപ്പനെയൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. ആ ഒരു പുഴയുടെ ഒരു വശമാണ് കാണിക്കുന്നത്. ശാലിനി അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ശാലിനി അവിടേക്ക് ഇരിക്കുകയാണ്. ശിവനൊക്കെ കൂടെ ഉണ്ട്. അന്നേരമാണെങ്കിൽ മരിച്ച ആളിൻ്റെ പേരും നാളറിയാമെങ്കിൽ അതും കൂടി രൂപവും ഒക്കെ മനസ്സിൽ നന്നായിട്ട് ഓർമ്മിക്കുക, മോക്ഷപ്രാപ്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക, അതിനുശേഷം പൂ ആ വിളക്കിലേക്ക് ഇടുക എന്നിങ്ങനെ മൂപ്പം പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ആ പൂ ഇങ്ങനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു വിഷ്ണുവിനെ അങ്ങ് ഓർമ്മിക്കുകയാണ്. ശാലിനി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതും ബുള്ളറ്റ് പോകുന്നതൊക്കെ ഓർമ്മിക്കുമ്പോൾ ശാലിനിയുടെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ശിവനത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആ പൂവാണെങ്കിൽ ആ വിളക്കിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അവിടെ ശാരദാമ്മ വീട്ടിൽ ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണ്. ശാരിക അത് എടുത്തുകൊണ്ട് പോകുന്നു. അടുക്കളയിലേക്ക് എത്തുമ്പോൾ ആ ശാരിക അങ്ങ് തെന്നി വീഴുകയാണ്. അന്നേരം ഈശ്വര എന്നും പറഞ്ഞ് ശാരദാമ്മ ഓടിക്കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് ശ്യാമയെ കിടന്ന് വിളിക്കുന്നുണ്ട്. ശ്യാമ എന്താണെന്നും പറഞ്ഞ് ഓടി വരുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വിളിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമ വണ്ടി വിളിക്കാനായിട്ട് ഓടുന്നുണ്ട്. ശാരികയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ശാരദാമ്മ ശ്രമിക്കുകയാണ്. പക്ഷേ കഴിയുന്നില്ല. ശാരികയാണെങ്കിൽ വേദന കൊണ്ടങ്ങ് നിലവിളിക്കുകയാണ്. ഒന്നും ചെയ്യാനാവാതെ ശാരദാമ്മയും നിൽക്കുന്നു. അവിടെ ആ കർമ്മങ്ങൾ നടക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡ് സീനിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ആ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഇവിടെ ഈ സമയത്ത് ശാരികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പ്രസവമൊക്കെ നടക്കുമായിരിക്കും. അങ്ങനെ അവരെന്തെങ്കിലും തെന്നിമാറി പോവുകയായിരിക്കും. പക്ഷേ ആ ഒരു വിവാഹ വാർഷിക ചടങ്ങ് അവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി തിരിച്ച് ഇവർ വരുമ്പോൾ രാഘവൻ നായർ കട്ടയ്ക്ക് നിൽക്കുകയാണ് നടത്തുമെന്നുള്ളത്. അത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.